ഈ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ഉബൈദ് നമ്മളോട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ലക്ഷ്മണ നായിക്കിന്റെ ചായക്കടയിലെ സ്ഥിരം സന്ദർശകനാണ് ഉബൈദ്. ഗംഗാവലിപ്പുഴയുടെ മറുവശത്ത് താമസിക്കുന്ന ഉബൈദ് അപകടമുണ്ടായ ദിവസം നാട്ടിലേക്ക് പോയതിനാലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 20-ലധികം ലോറികൾ സ്ഥിരമായി ലക്ഷ്മണ നായിക്കിന്റെ കടയുടെ മുന്നിൽ നിർത്തിയിട്ട് വിശ്രമിക്കാറുണ്ട് എന്നും ഉബൈദ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മണൻ എന്ന് പറയുന്ന ലോറിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലക്ഷ്മണൻ ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട, അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും 5 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ആ സ്ഥലമാണ് ഇത്. കൃത്യമായി ഇവിടെയായിരുന്നു ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കട ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിറകിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെയാണ് ഈ ലോറി ഉണ്ട് എന്ന് സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും കണ്ടെത്തിയത്. നമുക്കൊപ്പം ഇവിടുത്തെ സ്ഥലവാസിയായ ഉബൈദ് ചേരുന്നു. ഉബൈദ്, ഈ എവിടെയാണ് സാധാരണ ലോറിക്കാർ ലക്ഷ്മണന്റെ കടയാണ് ഊടാണ് അപ്പോൾ അവർ ചായ കുടിക്കാൻ ഊടാ പറഞ്ഞു. എല്ലാ കേരളക്കാർ ആൾക്കാരെല്ലാം ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പൊ ഗാഡി വെക്കാൻ സൈഡിൽ വെക്കണം. അവർ ഗാഡി വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് കലുകാണ് ഇത് തന്നെ എടുത്ത പറഞ്ഞാൽ എല്ലാം ആക്കണം. പിന്നെ ഇവിടെ 2 മര പിന്നെ ഗാഡി ഒരു സൈഡിൽ ഗാഡി സൈഡിൽ നിൽക്കുമ്പോ അപ്പൊ മണ്ണ് വന്ന് അടിച്ചത്. മണ്ണ് അപ്പുറം റോഡ് ഈ സൈഡാണ്. ഗാഡി വെക്കാൻ ജാഗ എല്ലാ ആൾക്കാർ ലോറിയാ ഇവിടെ ഉണ്ടവന്ന് സൈഡിലേ ഉണ്ട് ഗാഡി ഇവിടെ വെക്കണം. അപ്പൊ നായെല്ലാം ഇവിടെ പറഞ്ഞ പോലെ ഇരിക്കുന്നു. ഒരു ബിസ്ക്കറ്റ് ഇട്ട് പോകും, ആൾക്കാരെല്ലാം പോകും. ഞങ്ങളെ ഇട്ടും തിന്നു ബിസ്ക്കറ്റ്. നിങ്ങൾ ഇവിടെ സ്ഥിരമായി ഭക്ഷണമെല്ലാം കഴിക്കാൻ പറഞ്ഞു, ചായ കുടിക്കാൻ പറഞ്ഞു. ഞാനെല്ലാം കേരളക്കാരെല്ലാം നോക്കിന്, ആൾക്കാരെല്ലാം ഫുള്ള് പറഞ്ഞു പാവ ചായ കുടിക്കുന്നു പോണു. അവർ ഞങ്ങൾ പൽക്കറിന് ഞങ്ങൾ സംസാരിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നു ഇവിടെ കലകോറ് ഗാഡി ഇവിടെ തന്നെ എടുത്ത് വന്നിട്ട് ലക്ഷ്മണന്റെ കുടുംബത്തെയൊക്കെ അറിയാം. അവർ നമ്മുടെ ഗംഗാവലാണ്. അവരെല്ലാം പാവ, അവർ ഗംഗാവലാണ്. അവർ നല്ല ആൾക്കാർ. ഞങ്ങളുടെ ഇതില്ല. നിങ്ങൾ താമസം ഈ പുഴയുടെ നേരെ ലക്ഷ്മണന്റെ പറന്റെ സൈഡിലാണ്. നമ്മളെ നാട് ലക്ഷ്മണന്റെ പറന്റെ സൈഡിലാണ്. ഈ സംഭവം അറിയുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് നേരിട്ട് വന്നതാണ്? ഞങ്ങോട്ട് വന്നതാണ്. അതൊക്കെ ഞാൻ നോക്കിയതാണ്. അതുകായിട്ട് ഞാൻ ഇവിടെ വന്നത് എന്ത് കേട്ടെങ്കിൽ നമ്മളുടെ ഹോട്ടൽ ഇവിടെ സൈഡിൽ നിന്ന് ഗാഡി വെക്കാൻ ജാഗത്തിൽ ഇവിടെ മിത്ത് ഗാഡി അപ്പുറം ഇല്ല. ഗാഡി അവിടെ ആരും നിപ്പാട്ടില്ല. അർജുന്റെ ലോറിയും അതുപോലെ ഇപ്പുറത്ത് ഉണ്ട് എന്നാണ് നിങ്ങൾ പ്രദേശം. അത് നമ്മൾ ഗാഡി വെക്കാൻ അവർ ഗാഡി വെച്ചത് ഇവിടെ ഉണ്ട്. ആങ്കില്ല ലോറി വെച്ചത് ഇവിടെ വേണം. അവർ കേട്ടെങ്കിൽ അവിടെ അപ്പുറം വെക്കുന്നില്ല. അപ്പുറമുള്ള സൈഡിൽ ഒരു ഗാഡിയെല്ലാം ഇരിക്കുന്നു. ഈ മരിൽ ആ മരിലുള്ള ഗാഡി ഇരിക്കുന്നു. ഒരു 10-20 ഗാഡി ഇരിക്കുന്നു. ബർണർ ചായ കുടിക്കുന്നത് അവർ പോയിക്കുന്നു. അത്രമേ. പിന്നെ എന്ത് കേട്ടെങ്കിൽ ഗാഡി ഇവിടെ ഇന്നതാണ്. എന്നിട്ട് ആ മണ്ണടിച്ചിട്ട് എവിടെ പോയിട്ടാണ് ഈ ജഗന്നാഥിനെയും അതുപോലെ തന്നെ ലോകേഷിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അത് നനക്ക് പരിചയം. ഗാഡി അങ്ങനെ പട്ടിയായി പോവാ, അത് ഒരു ഗുട്ടടിച്ചിട്ട് മണ്ണടിച്ചിട്ട് പോവാ, അത് നമുക്ക് ഒന്നില്ല. അത് മേലെ പോകും. എന്നുവെച്ചെങ്കിൽ ഗാഡി അടിച്ചിട്ട് അവർ ഹോട്ടലിൽ പോയി ആ ഗാഡി എങ്ങനെ പൾട്ടിയായി എവിടെ പോകുന്നു അത് എനിക്ക് തോന്നില്ല. ഗാഡി വെക്കാൻ ജാഗ സ്ഥലത്തിൽ ഇതാണ്. അതാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത്. ഈ സ്ഥലം, ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കട ഉണ്ടായ സ്ഥലം, ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗം, ഈ കടയുടെ ഭാഗമോ ഒന്നും തന്നെയില്ല. ഇതിന്റെ ഈ കടയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആ ഡ്രഡ്ജർ കാണുന്ന സ്ഥലത്ത്, അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടത്തിയ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും നടത്തിയ പരിശോധനയിലൊക്കെ അവിടെ ഇതിന്റെ ഷീറ്റ് ഒക്കെ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം വലിയൊരു ടവർ, ആ ടവറിന്റെ ഭാഗവും ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടെയാണ് ഡ്രഡ്ജർ ഇപ്പോൾ മണ്ണെടുത്ത് പരിശോധന നടത്തുന്നത്. അതായത് മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹത്തിന്റെ റഡാർ പരിശോധനയിൽ CP4 എന്ന് അടയാളപ്പെടുത്തിയ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തി എന്ന് പറയുന്ന ആ സ്ഥലം, അതായത് ലക്ഷ്മണന്റെ കടയുടെ തൊട്ട് പിറകിൽ, അവിടെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണൻ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെയാണ്. ഒപ്പം ഇവിടെ ഇതുവഴി പോകുന്ന എല്ലാ ലോറിക്കാരും ഇവിടെ നിർത്തി ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ചായ കുടിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഏതായാലും ആ കടയുടെ എന്തെങ്കിലും ഒരു ബാക്കി പോലും ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, News 18 ശിരൂർ.